മരണം. ഈ ഭൂമിയിൽ പിറവിയെടുത്ത എല്ലാ ജീവരാശിയും അവസാനം ചെന്നെത്തുന്നിടം. സ്വന്തവും ബന്ധവും എന്തിന്, നിങ്ങളുടെ ശരീരം പോലും നിങ്ങളെ വിട്ട് അകന്നു പോകുന്ന സമയം. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കൈവിട്ട് ആരും അവശേഷിക്കാത്ത സമയം. നിങ്ങളെ കാത്ത് ഒരാൾ മാത്രം അവിടെ ഉണ്ടാകും. ഒരു പക്ഷേ ആ തരുണത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ ആ രൂപത്തെ ദർശിച്ചിരിക്കുകയുള്ളൂ. അതുവരെ നിങ്ങളിൽ കഴിഞ്ഞിരുന്ന ആ ചൈതന്യത്തെ നിങ്ങൾ ദർശിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണ് കണ്ടതെല്ലാം മായ കാഴ്ചകൾ മാത്രം, സത്യം ഇത് മാത്രമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. ആരാണത്? ആർക്കും വേണ്ടാതെ ശ്മശാനത്തിൽ എരിഞ്ഞു തീരുവാനുള്ള ഈ ദേഹത്തെ മാത്രം സത്യമെന്ന് കരുതി ജീവിച്ചു. എല്ലാം സ്വന്തമാക്കി എല്ലാം കൈവിടുന്ന സമയം. ഈശ്വരനെ തിരിച്ചറിയുന്ന ജനങ്ങളായിരിക്കും ഇവിടെ അധികം പേരും. ഈയൊരു കാര്യത്തെക്കുറിച്ച് ശിവവാക്യസിദ്ധർ എഴുതിയ വരികൾ ഒന്ന് കേട്ടു നോക്കൂ. മൺകലം കവിഴ്ந்த போது வைத்து வைத்தடுக்குவார், வெண்கலம் கவிழ்ந்த போது வேண்டுமென்று பேலுவார், நம் கலம் கவிழ்ந்த போது നാറുമെன்று പോറ്റുവാർ, എന്നിലേ ഇരുന്ന മായം എന്ന മായം ഈശ്വരേ. ഈ വരികളുടെ അർത്ഥം, മൺകലം ഉടഞ്ഞാലും അതിനെ അടുക്കി മാറ്റിവെക്കും. വെൺകലം, അതായത് ലോഹപാത്രങ്ങൾ താഴെ വീണ് ചളുങ്ങിയാൽ അതും ആവശ്യം വരും എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് മാറ്റിവെക്കും. എന്നാൽ കലം, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവൻ പോയാൽ, അതായത് മരണം അടഞ്ഞാൽ, ആ ശരീരത്തെ കൂടുതൽ നേരം വെച്ചാൽ ദുർഗന്ധം വമിക്കും എന്നതുകൊണ്ട് ശരീരത്തെ മറവ് ചെയ്യും. അവസാനത്തെ വരികൾ കുറിക്കുന്ന അർത്ഥം ഇതാണ്. ഇതുപോലുള്ള ഈ ശരീരത്തിൽ നിന്ന് അങ്ങ് നടത്തിയ മായ എന്ത് മായയാണ് ഭഗവാനെ? ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെയാണ് ഈശ്വരൻ, ഇവിടെയാണ് ഈശ്വരൻ എന്ന് തേടി തേടി അവസാനം ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാതെ, ഈശ്വരനെ അനുഭവിക്കാതെ കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജനിച്ചു മരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന വരികൾ ഒന്ന് കേട്ടു നോക്കൂ. ഓടി 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 ഉത്കലന്ത ജ്യോതിയെ നാടി 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 നാക്കളും കഴിந்து പോയി, വാടി 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 വാടിപ്പോണ മാന്തர்கள் കോടി 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 എന്റിറந்த കോടിയെ. ജീവിച്ചിരിക്കുന്ന കാലത്തിൽ കൃത്യമായി ഒരു മനുഷ്യൻ തന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഈശ്വരനെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി കണ്ടെത്തി ഈശ്വര സാക്ഷാത്കാരം നേടണം. എല്ലാ അജീവ വസ്തുക്കളിലും ഭഗവാനെ ദർശിച്ചവരാണ് ഭാരതീയർ. ധ്യാനം, യോഗ തുടങ്ങിയ സാധനകളിലൂടെ എല്ലാവരും ഈശ്വരനെ പ്രാപ്തമാക്കണം. എല്ലാവരും ആത്മീയതയുടെ ഉയർന്ന തലങ്ങൾ കൈവരിക്കുവാൻ വേണ്ടിയാണ് സിദ്ധപരമ്പരകൾ, ശ്ലോകവും പലതരം സാധനങ്ങളും നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.